ഇപ്പോൾ എന്തിനെ ഫോക്കസ് ചെയ്താണ് നിങ്ങൾ മുന്നോട്ട് പോകേണ്ടതെന്നാണ് നിങ്ങളുടെ സോൾ നിങ്ങളോട് പറയുന്നത്. നമുക്ക് നോക്കാം. അപ്പോൾ നമുക്കിവിടെ കിട്ടിയ കാർഡ്സ് റീബർത്ത്, സെലിബ്രേഷൻ ആൻഡ് കമ്പാരിസൺ ആണ്. അപ്പോൾ നിങ്ങളുടെ സോള് ഇപ്പോൾ ആഗ്രഹിക്കുന്നത് എന്തെന്ന് പറഞ്ഞാൽ നിങ്ങൾ ശരിക്കും നിങ്ങളുടെ ആ ഒരു നിങ്ങൾക്കൊരു റീബർത്ത് കൊണ്ടുവരാനാണ് പറയുന്നത്. അതായത് നിങ്ങൾ ഈ പഴയ ആ ഒരു പാറ്റേണിൽ നിങ്ങൾ ചിലപ്പോൾ ചില കാര്യങ്ങളിൽ മടി പിടിച്ച് എന്നെക്കൊണ്ട് ഇത്രയൊക്കെ പറ്റൂ എന്നുള്ള രീതിയിൽ ഒരു അലസമട്ടിലിരിക്കുന്നുണ്ടെങ്കിൽ അതൊന്നുമല്ല, നിങ്ങൾക്ക് അതിൻ്റെ അപ്പുറം നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റും. അതനുസരിച്ച് മുന്നോട്ട് പോകാനാണ് നിങ്ങളുടെ സോൾ നിങ്ങളോട് ആവശ്യപ്പെടുന്നത്. ഈ ഒരു ക്യാമലിൻ്റെ ആ ഒരു ലേസിനെസ് നിന്ന് അതിൻ്റെക്കാട്ടും ഒരു മടി പിടിച്ച് അത് മറ്റുള്ളവരുടെ അഭിപ്രായത്തിനെ നോക്കിക്കൊണ്ടാണ് ക്യാമലിരിക്കുന്നത്. അതേസമയം അതിന് മുകളിൽ അതിൽ നിന്ന് ഗ്രോ ചെയ്ത് നിങ്ങൾ ലയൻ്റെ ഒരു പവറിലോട്ട് വരികയാണ്. അത് അത്രയ്ക്കും നിങ്ങൾക്ക് പവർഫുള്ളായിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. പക്ഷെ ഓവറായിട്ട് റിബലിയസ് ആവാതെ, ഒരുപാട് എല്ലാവരെയും ഭരിക്കുന്ന രീതിയിലാവാതെ, നിങ്ങളൊരു കുഞ്ഞുങ്ങളെ പോലെ ഒരു പുതിയ ഒരു ഇന്നസെൻ്റ് ആയിട്ടുള്ള എല്ലാം നോർമലായിട്ട് കൊണ്ടുവന്ന് നിങ്ങളുടെ ലൈഫിനെ ഒരു റീബർത്ത് ചെയ്ത് കൊണ്ടുവരാനാണ് പറയുന്നത്. നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനാണ് പറയുന്നത് നിങ്ങളുടെ സോൾ ആഗ്രഹിക്കുന്നത്. ഒപ്പം നിങ്ങൾ ആരെയും കമ്പയർ ചെയ്യാതിരിക്കും. ആരെയും കമ്പയർ ചെയ്യിക്കും. നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള കുറേ കഴിവുകളുണ്ട്. ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കും എനിക്ക് ഇന്നയാളെ പോലെ എനിക്ക് ഇത്രയും പറ്റുന്നില്ലല്ലോ, അല്ലെങ്കിൽ എനിക്ക് അവരുടെ അത്രയും ഇപ്പോൾ പൈസ ഇല്ല, അല്ലെങ്കിൽ കഴിവില്ല, അല്ലെങ്കിൽ ജോലിയില്ല, അങ്ങനെയൊക്കെ വിചാരിക്കേണ്ട ഒരു രീതിയില്ല. നിങ്ങളുടെ സോൾ പറയുന്നത് നിങ്ങൾ ആരുമായിട്ട് കമ്പയർ ചെയ്യാതിരിക്കും. നിങ്ങളുടേതായിട്ടുള്ള സൗന്ദര്യവും കഴിവും നിങ്ങൾക്കുള്ള പല കാര്യങ്ങളും മറ്റു പലർക്കും ഇല്ലാതിരിക്കും. അപ്പോൾ അതിനെ വെച്ച് കമ്പയർ ചെയ്താൽ നിങ്ങളുടെ ഇൻഡിവിജ്വാലിറ്റിയിൽ നിങ്ങൾക്കുള്ള കഴിവുകളെ വെച്ച് മുന്നോട്ട് കൊണ്ടുപോകണം. നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഒരുപാട് പ്രത്യേകത, നിങ്ങളൊരു യുണീക്കാണ്, നിങ്ങൾ മറ്റുള്ളവരെ വെച്ച് കമ്പയർ ചെയ്യേണ്ട ഒരാവശ്യമില്ലെന്നാണ് നിങ്ങൾ സോൾ പറയുന്നത്. ഒപ്പം നിങ്ങൾക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ്, അവസരങ്ങൾ നിങ്ങളിലേക്ക് വരുന്നുണ്ട്. അതുപോലെ നിങ്ങൾ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ, ഇപ്പോൾ കിട്ടുന്ന ലൈഫ് നമ്മൾ അതുപോലെ സെലിബ്രേറ്റ് ചെയ്യുന്നത്. കാരണം ഇന്നത്തെ ലൈഫ് നമുക്ക് ഇപ്പോൾ ജീവിച്ച് തീർക്കേണ്ടതാണ്, അല്ലാതെ സീരിയസ് ആയിട്ട് ഇരിക്കേണ്ട കാര്യമില്ല. അപ്പോൾ സോൾ നിങ്ങളോട് ആവശ്യപ്പെടുന്ന നിങ്ങളുടെ കഴിവുകളെ നിങ്ങൾ വിശ്വസിക്കുക, ആരുമായിട്ട് കമ്പയർ ചെയ്യാതിരിക്കുക. ഒപ്പം നിങ്ങളുടെ പവർ നിങ്ങൾ തിരിച്ചറിയുക, നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ട് ഓവറാക്കാൻ വേണ്ട, അല്ലെങ്കിൽ തീരെ മടി പിടിച്ചിരിക്കേണ്ട. നോർമലായുള്ള രീതിയിൽ നിങ്ങളുടെ ജീവിതത്തിന് മുന്നോട്ട് കൊണ്ടുപോകാനും പിന്നെ നിങ്ങൾക്ക് വരുന്ന കൊച്ചു കൊച്ചു സന്തോഷങ്ങളെ നിങ്ങൾ സെലിബ്രേറ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാനാണ് നിങ്ങളുടെ സോൾ നിങ്ങളോട് ആവശ്യപ്പെടുന്നത്.